മുമ്പ് എന്നെ പാമ്പ് കടിച്ച് ഞാൻ മരിച്ച് ജീവിച്ചതാ. എന്നെ അടക്കാൻ കുഴി വരെ എടുത്തതാ. അഞ്ചൽ ഏരൂർ പഞ്ചായത്തിൽ തെക്കേവയലിൽ കഴിഞ്ഞ ദിവസം പാമ്പുകടിയേറ്റ് ഒരാൾ മരിച്ചിരുന്നു. പാമ്പുകടിയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞു വന്നിരുന്ന തെക്കേവയൽ സ്വദേശി രാമചന്ദ്രനാണ് മരിച്ചത്. പ്രദേശത്തെ കാടുമൂടിക്കിടന്ന സ്ഥലങ്ങൾ വൃത്തിയാക്കുന്നതിനിടെ വീണ്ടും ഒരാൾക്ക് പാമ്പുകടിയേൽക്കുകയും അയാൾ ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞു വരികയുമാണ്. ഏരൂർ സ്വദേശി സജീവനാണ് രണ്ടാമത്തെ പ്രാവശ്യം പാമ്പുകടിയേറ്റത്. പ്രദേശത്തെ ജനങ്ങൾ ഭീതിയിൽ കഴിഞ്ഞു വരുന്നതിനിടെയാണ് ഇന്ന് രാവിലെ പ്രദേശത്തു നിന്നും ഒരു പാമ്പിനെ വളർത്തുനായ കടിച്ചു കൊന്നത്. പ്രദേശത്തെ വിവിധ സ്ഥലങ്ങൾ കാടുമൂടിക്കിടക്കുകയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. കുഞ്ഞുങ്ങളും കുട്ടികളും അടക്കം താമസിക്കുന്ന ജനവാസ മേഖലയിലാണ് ഇത്തരത്തിൽ ഭീതിജനകമായ ഒരു അന്തരീക്ഷം സംജാതമായിരിക്കുന്നത്. പരിസര ഭാഗങ്ങൾ എന്ന് പറയുന്നത് അഗാധമായ കാടുകയറി കിടക്കുകയാണ്. ഒന്നാമത് റബ്ബർ തോട്ടം, വയലും റബ്ബർ തോട്ടം. ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ പാമ്പിൻ്റെ ശല്യവും അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം മരിച്ചതും ഈ പാമ്പിൻ്റെ കടിയേറ്റ. അങ്ങനെ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇന്ന് കാലത്തെ ഞങ്ങൾക്ക് ഒരു ഫോൺ വരുന്നു. എനിക്ക് നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പാമ്പിനെ ഒരു പട്ടി കയറി പിടിച്ചു. പട്ടിയുടെ പേര് പാച്ചു എന്നാണ് അറിയപ്പെടുന്നത്. ആ പട്ടിയുടെ സാന്നിധ്യത്തിൽ കൂടി ആ പാമ്പിനെ കടിച്ച് കൊന്നതുകൊണ്ട് ഈ ഒരു ജീവൻ അല്ലെങ്കിൽ രണ്ട് ജീവൻ അല്ലെങ്കിൽ എത്ര ജീവൻ പോകുമെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. എങ്കിലും ആ പട്ടിക്ക് ഞങ്ങളുടെ ഒരു സ്വീകരണം കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇതേ കണക്കുള്ളൊരവസ്ഥ സർക്കാരോ അല്ലെങ്കിൽ പഞ്ചായത്തുകാരോ ഏറ്റെടുത്തുകൊണ്ട് ഈ പരിസര ഭാഗങ്ങളിൽ കിടക്കുന്ന കാട് എത്രയും പെട്ടെന്ന് അടിച്ചു മാറ്റി ഈ ജീവനെ രക്ഷിക്കണമെന്ന് നിങ്ങളുടെ പഞ്ചായത്തുകാരോടും ഈ നാട്ടുകാരോടും നമ്മുടെ ആരുടെടുത്തായാലും നമുക്ക് പറയാനുള്ളത് അതേ ഉള്ളൂ. ഇനിയും പാമ്പുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നതല്ല, കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും കാടടിച്ചുകൊണ്ട് നിന്നപ്പോൾ ഫോറസ്റ്റുകാരുടെ നേതൃത്വത്തിൽ പാമ്പ് ചാടുകയും പാമ്പിനെ പിടിക്കാൻ ചെന്നപ്പോൾ അത് ഈ കല്ലുകെട്ടിൻ്റെ കീഴിലും കയറി. കല്ലുകെട്ടിൻ്റെ കീഴിൽ കയറാനോട് കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയെങ്കിലും പറയുന്നത് DR എന്ന് പറയുന്ന നമ്മുടെ ബ്ലോക്കിൽ നിന്ന് അനുവദിച്ചാലും പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചാലും ഈ കെട്ടുന്ന ആ DR മാറ്റിക്കൊണ്ട് അതിന് പോയിന്റും കൂടി ചെയ്ത് മാറ്റിയില്ലെങ്കിൽ ഈ വിടവിൽ പാമ്പ് കയറും, വീണ്ടും ജീവിതം ഇതേ കണക്ക് നഷ്ടപ്പെടും എന്നും കൂടി ഈ അധികാരികളോട് ഒന്നും കൂടെ ബോധ്യപ്പെടുത്തുക. കടിയേറ്റ് എടുക്കാൻ പറ്റുന്നില്ല. ഒരുപാട് ശ്രമിച്ച് ഞങ്ങൾ എടുക്കാം ഇതിനെ. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കൂടിയാണ് അവനെ അകത്തി മാറ്റി ഇതിനെ വലിച്ചെടുത്തത്. അല്ലാതെ ഇതിനെ ഒന്ന് പിന്നെ ഒരു എലി മുട്ടനൊരു എലി ഉണ്ടായിരുന്നു. എലി കൊണ്ട് കുഴിച്ചിട്ടിരിക്കുന്നു. കാക്ക കൊത്തിപ്പറിക്കുന്ന കാക്ക ഓടുന്നെന്നും പറഞ്ഞുകൊണ്ട് എലിയെ അവിടെ കുഴിച്ചിട്ട് അങ്ങനെ ഇയാളെ അന്നേരം പറഞ്ഞ് കുഴിച്ചിട്ടണ്ട, ചിലപ്പോൾ അറിയത്തില്ല പാവങ്ങളാ അമ്മക്ക് ഇതിൻ്റെ പറയിൽ നിന്ന് കിടന്ന് ഓടാൻ വയ്യ, പട്ടിയുടെ വീഡിയോ എടുത്തു വയ്ക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ മോള് വീഡിയോ എടുത്തു വെച്ചത്. അല്ലാതെ ഞങ്ങൾ ഒന്നും ചെയ്തല്ലേ. ഇപ്പം ഇതിന്റെ പിറകെ ഇനി അമ്മക്ക് വയ്യ. ഒരു മരണം നടന്ന് ആ വീട്ടിൽ നിന്നൊക്കെ നിൽക്കുക. ഞങ്ങൾ ബാത്റൂമിൽ പോകാൻ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും വേഗം ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ച് ജനങ്ങൾക്ക് സ്വൈരമായി ജീവിക്കുവാനുള്ള അവസരം ഉണ്ടാക്കണമെന്നും പ്രദേശവാസികൾ പറയുന്നു. പോച്ചേർന്നുകൊണ്ടിരുന്നപ്പോൾ കന്നാറ്റി വലിച്ചു പറിക്കുന്ന കേട്ടും കൊണ്ട് തന്നെ പട്ടികൾ 2-3 കൂടെ എപ്പോഴും കാണും വയലിൽ. അവർ പോച്ചയ്ക്കകത്ത് മുമ്പേ മറിയും. അതിൻ്റെ ശേഷം എനിക്ക് പോച്ച ഇറക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആ പട്ടി ഓടിച്ചെന്ന് കാട്ടിൽ കയറിയപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ കയറല്ലേടാ, തക്കറു കയറിയ നിന്നെ പാമ്പ് കടിക്കുമെന്ന് പറഞ്ഞു. ഈ പാമ്പ് ഈ വിഷയത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഗ്രാമപഞ്ചായത്ത് അധികാരികളും സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ട് ജനജീവിതം സംരക്ഷിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും പ്രദേശവാസികൾ. 25 വർഷം മുമ്പ് എന്നെ പാമ്പ് കടിച്ച് ഞാൻ മരിച്ച് ജീവിച്ചതാ. എന്നെ അടക്കാൻ കുഴി വരെ എടുത്തതാ. പിന്നെ ഞാൻ അതിൽ നിന്ന് ഒരു രോഗിയായിട്ട് മാറി. ഇപ്പം ഞാൻ ജോലി ചെയ്യാൻ വയ്യാതെ ജീവിക്കുക, തനിച്ചേ ഉള്ളൂ. എൻ്റെ വീടിൻ്റെ ചുറ്റും 4 ചുറ്റും കാടാ. അത് വീട് വസ്തുവിൻ്റെ കൂടെ കാടെടുക്കുന്നില്ല വിളിച്ച് പറഞ്ഞിട്ട്. പിന്നെ 3-4 ദിവസം മുമ്പ് ഒരാളെ പാമ്പ് കടിച്ച് അയാൾ ചികിത്സയിൽ കിടന്ന അയാൾ മരിച്ച്. കാടെടുക്കാൻ വന്ന ആളിനെ പാമ്പ് കടിച്ച് അയാൾ ചികിത്സയിൽ കഴിയുക. പിന്നെ രണ്ടാമത് ഒരു പത്തിക്കാരനെ പിടിച്ച്, ഒരു പെരുമ്പാമ്പിനെ പിടിച്ച്. ഇന്നലെ ഒരു പാമ്പ് ഈ കാട്ടിലോട്ട് കയറിയിട്ടുണ്ട്. ഏരിയ മൊത്തവും പാമ്പുമായിരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് പാമ്പ് കഴിച്ചാൽ കൊണ്ടുപോകാൻ പോലും ചികിത്സയ്ക്കൊന്നും ആരുമില്ല. ഈ ഏരിയ മൊത്തം കാടാണ്. അപ്പോൾ ഈ കാട് എടുത്തു തരണം. ഞങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ പറയുന്നത്. കുഞ്ഞും കുട്ടികളെയൊക്കെ നോക്കാനും കാണാനൊന്നും ആരും ഇല്ലാത്തതാണ്. അതുകൊണ്ട് കാടെടുത്ത് തരണം.